ഹലോ മൈ ഡിയർ സോൾമേറ്റ്സ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആരാണ് നിങ്ങളുടെ ശത്രു. ഒരാളുടെ പേര് മനസ്സിൽ വിചാരിക്കുക. പെട്ടെന്ന് ചാടിയുടെ കാർഡ് സെലക്ട് ചെയ്യാൻ നല്ലോണം ആലോചിച്ചിട്ട് ഒരു കാർഡ് സെലക്ട് ചെയ്യുക. നമുക്ക് ആദ്യത്തെ കാർഡ് റീഡ് ചെയ്യാം. ഈ ഒരു കാർഡിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തി ഒരു കള്ളനാണ്. പിന്നിൽ നിന്ന് നമ്മളെ കുത്തുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. നിങ്ങളുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഒരു റിലേറ്റീവോ മറ്റോ ആയിരിക്കും. കൂടെ അല്ലെങ്കിൽ ചിലപ്പം ജോലി ചെയ്യുന്ന ആളായിരിക്കും കൂടെ. ചേച്ചിന്ന് ചേട്ടാ എന്നൊക്കെ വിളിച്ചിട്ട് ഭയങ്കര സ്നേഹമായിരിക്കും. പക്ഷെ അതിലൊന്നും നിങ്ങൾ വീഴരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെന്താ പറയുന്നത്, എന്ത് പറഞ്ഞാലും ഒരു മിണ്ടാതെ നിൽക്കും. അയ്യോ നമ്മൾ പറയില്ലേ, അയ്യോ എന്തൊരു പാവം, എന്ത് വഴക്ക് പറഞ്ഞാലും മിണ്ടാതിരിക്കും. പക്ഷേ അവരൊരു കള്ളൻ ആൾക്കാരാണ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് നമുക്ക് തോന്നും, പക്ഷേ നല്ല ഉപദേശമൊക്കെ നമുക്ക് തന്ന് നമ്മളെ ഭയങ്കര മോട്ടിവേറ്റ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. നമ്മളോട് സ്നേഹം മൂത്തവർ നമ്മൾ ഒന്നിച്ചുള്ള ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നു, പാട്ടിടുന്നു, നീ എൻ്റെ ചങ്കാണ്, നീ എൻ്റെ ഫ്രണ്ടാണ്, നമുക്ക് അവരുടെ ഡ്രസ്സ് വരെ തരും, നീ ഇട്ടോ അല്ലെങ്കിൽ നീ എടുത്തോ എന്നൊക്കെ പറയും. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാം, അവരുടെ വീട്ടിൽ ചെന്നിട്ട് പോയി പറയും, അയ്യോ എൻ്റെ ഡ്രസ്സുണ്ടല്ലോ അവർ മേടിച്ചുകൊണ്ട് പോയി, എനിക്ക് തന്നില്ല, ഇത് കണ്ടോ, അങ്ങനെയൊക്കെയുള്ളൊരു മനസ്സിന് ഉടമയാണ് ഇവർ. നിങ്ങളോട് ഭയങ്കര സ്നേഹമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ കൊച്ചിനെയൊക്കെ എടുത്ത് വെച്ചിട്ട് അയ്യോ എന്തൊരു പാവം കുഞ്ഞായിരിക്കും, അങ്ങനെ എന്നൊക്കെ പറയും. പക്ഷേ അതൊക്കെ വളരെയധികം കള്ളമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളിപ്പോൾ വണ്ടി മേടിച്ച് കഴിഞ്ഞാൽ ഷോ എന്തൊരു നല്ല വണ്ടി, അയ്യോ അങ്ങനെ, എന്നിട്ട് തിരിഞ്ഞ് നിന്നിട്ട് പറയും അയ്യോ അവരുണ്ടല്ലോ വണ്ടി മേടിച്ച്, അങ്ങനെ പറയുന്ന ഒരു തരം ആൾക്കാരാണ് ഇവർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളെ ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു ആൾക്കാരായിട്ടാണ് ഇവരെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവരൊരിക്കലും എന്താ പറയുന്നത്, നിങ്ങൾക്കങ്ങനെ വ്യക്തമാകത്തില്ല, അയ്യോ ഇവരാണോ അത് പറഞ്ഞത്, ഇവരെ പറ്റി തന്നെ മറ്റുള്ളവർ എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞാലും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അല്ല 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 അല്ല, നമ്മുടെ മനസ്സിൽ അങ്ങനൊരു അത്രയ്ക്ക് വലിയൊരു സ്ഥാനമാണ് നമ്മൾ ഇവർക്ക് കൊടുത്തു വച്ചിരിക്കുന്നത്. പക്ഷേ ഇവർ ഭയങ്കര ചതിയന്മാരാണ്, കള്ളന്മാരാണ്, നമ്മുടെ കൂടെ നിന്ന് വഞ്ചിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ ഇപ്പം എന്താ പറയുന്നത്, നമ്മുടെ പണം വരെ നമ്മളിങ്ങനെ കയ്യിൽ നിന്ന്, നമ്മുടെ ഗോൾഡ് ഒക്കെ മേടിച്ചുകൊണ്ട് പോകാനൊക്കെ ഇവർക്ക് കഴിവുണ്ട്. കാരണം നമ്മളോട് അടുത്ത് ഭയങ്കര പാവമായിട്ടാണ് നിൽക്കുന്നത്, നമ്മളോട് ഭയങ്കര സ്നേഹമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം അവർക്ക് വാരിക്കോരി ചെയ്യുന്നു. യോ ഞാൻ എന്ത് വഴക്ക് പറഞ്ഞാലും കുഴപ്പമില്ല, പിന്നെയും വരും. മനസ്സിലായോ? അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരാണ് ഈ ഒരു ഒന്നാമത്തെ കൂട്ടർ. നമുക്കിനി കാർഡ് നമ്പർ 2 പോവാം. ഇവരുടെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് നഷ്ടബോധമാണ്. നിങ്ങളുടെ ജീവിതം കണ്ടിട്ട് അവർക്ക് അസൂയയാണ്. അയ്യോ അവൾ കാറ് മേടിച്ചു, അവൾ വണ്ടി മേടിച്ചു, പിന്നെന്താ പറയുന്നത്, അവൾക്ക് വീട് വെച്ചു, എല്ലാത്തിനും അസൂയ. അയ്യോ എനിക്കില്ലല്ലോ, അയ്യോ അവൾക്ക് കിട്ടിയല്ലോ, എനിക്കില്ലല്ലോ, അവൾക്ക് കിട്ടിയല്ലോ, ഇങ്ങനെ ഒരു ആദ്യം അവരുടെ ഉള്ളിൽ. കണ്ടോ അവൾ കല്യാണം കഴിച്ചു, അവൾക്ക് കുട്ടികളായി, അവൾ UK പോകുന്നു, അവളുടെ ഭർത്താവുമായിട്ട് അവൾ സിനിമയ്ക്ക് പോകുന്നു, അയ്യോ അത് കണ്ടോ അവൾ അങ്ങനെ സക്സസ് ആയി, ഞാൻ സക്സസ് ആയില്ല. ഇങ്ങനൊരു നഷ്ടബോധമുള്ള ആൾക്കാരാണ് ഇവരെപ്പോഴും എന്താ പറയുക, കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അത് ചെയ്താൽ കുറ്റം, ഇത് ചെയ്താൽ കുറ്റം, അങ്ങനെ കുറ്റം മാത്രം കണ്ടുപിടിക്കുന്ന ആൾക്കാരാണ്. ഇവരെ സന്തോഷിപ്പിക്കാനേ നമുക്ക് പറ്റത്തേയില്ല. ഇവരെ നമുക്ക് തൃപ്തിപ്പെടുത്താനേ പറ്റാത്ത കുറച്ച് ആൾക്കാരാണ് ഇവരെന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഉണ്ട് നിങ്ങളുടെ ജീവിതം, നിങ്ങളിങ്ങനെ ജീവിക്കുക. പക്ഷേ അവർ പറയുന്നത് കണ്ടോ ഇങ്ങനെയല്ല നിങ്ങളുടെ ജീവിതം, എന്നെ കണ്ടുപിടിക്കുക, ഞാനിങ്ങനെ ചെയ്യുന്നില്ലേ, അങ്ങനെ ചെയ്യാം, അങ്ങനെയൊക്കെയാണ് ഇവർ പറയുന്നത്. എല്ലാം ഒരു എന്താ പറയുന്നത്, ജീവിതം ഇങ്ങനെ അളന്നു തൂക്കി കാൽക്കുലേറ്റ് ചെയ്ത് വേണം ജീവിക്കാൻ, അങ്ങനെയൊക്കെയാണ് നമുക്ക് ഉപദേശം അല്ലെങ്കിൽ തരുന്നത് തന്നെ. അവർ എപ്പോഴും എല്ലാത്തിനും കുറ്റമായിരിക്കും. നിങ്ങളിപ്പോൾ ഒരു ചായ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പഞ്ചസാര പോരാ, അതിനകത്ത് തേയില കൂടി, ഇത്രയും പാലൊഴിക്കണോ, ഇത്രയും ചൂടുണ്ടോ, അയ്യോ എല്ലാത്തിനും കുറ്റം. അങ്ങനെ ഉള്ളൊരു കൂട്ടരാണ് ഇവരുള്ളത്. ഇവരുടെ മറ്റൊരു സ്വഭാവം എന്ന് പറയുന്നത്, നിങ്ങൾക്കൊരു സാധനം അവർ മേടിച്ച് തരുവാണ്, ഒരു ഷർട്ട് മേടിച്ച് തന്നു. ഇവർ പിന്നീട് ചിന്തിക്കും എൻ്റെ പൈസ പോയി,
അവന് മേടിച്ചു കൊടുക്കണ്ടായിരുന്നു. അയ്യോ, ആ സമയത്ത് ഞാൻ എന്തിനാ അങ്ങനെ ചിന്തിച്ചത്? അങ്ങനെ ആലോചിച്ച് ഇവർക്ക് ഒരു ഭയങ്കരമായിട്ട് ഇവരിങ്ങനെ വിഷമിക്കുന്ന ആൾക്കാരാണ്. അതുമാത്രമല്ല, ഇപ്പം അവരെക്കാൾ കൂടുതലും എന്നെ സ്നേഹിക്കുന്നുണ്ടോ അതോ അവനെയാണോ കൂടുതൽ സ്നേഹിക്കുന്നത്? ആൻറ്റി വന്നപ്പോൾ എന്തുകൊണ്ട് അവന് വാച്ച് കൊടുത്തു, എനിക്കെന്തുകൊണ്ട് വാച്ച് തന്നില്ല? അങ്ങനെയൊക്കെ ആണ് ചിന്തിക്കുന്നത്. ഇപ്പോൾ ചോറ് വിളമ്പുകയാണെങ്കിൽ അവനെന്തുകൊണ്ട് അത്രയും ചോറ് വിളമ്പി, എനിക്കെന്തുകൊണ്ട് ഇത്രയും ചോറ് വിളമ്പിയില്ല? അങ്ങനെയൊക്കെ വരെ അവർ ചിന്തിച്ചോളാം. പിന്നെ അവർ പറയുന്നത് എന്താ, ഈ ജോലി നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും നമ്മൾ സക്സസ് ആവുക, നമുക്ക് ജോലി, വീട്, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ ഇവർക്ക് ഭയങ്കരമായിട്ടും മനം ഇങ്ങനെ ഉരുകുന്ന ഒരു കൈൻഡ് ഓഫ് ആൾക്കാരാണ് ഈ ഗ്രൂപ്പ് നമ്പർ 2. നമുക്ക് ഗ്രൂപ്പ് നമ്പർ 3 നോക്കാം. ഇവരുടെ ഒരു പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെപ്പറ്റി ഗോസിപ്പ് പറഞ്ഞു നടക്കുന്ന ആൾക്കാരാണ് ഇവരെന്ന് പറയുന്നത്. ഇല്ലാ കഥ പറഞ്ഞാൽ പരത്തുക, ഇതാണ് ഇവരുടെ പ്രധാന ജോലി എന്ന് പറയുന്നത്. നിങ്ങളോടിപ്പോൾ ഒരാൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ടെങ്കിൽ തന്നെ നിങ്ങളെപ്പറ്റി പല കഥകളോ പറഞ്ഞുണ്ടാക്കി അവരുടെ മനസ്സിൽ നിങ്ങളൊരു ഡെവിളാണ്, നിങ്ങൾ കൊള്ളാത്തവളാണ്, അല്ലെങ്കിൽ നിങ്ങൾ കൊള്ളാത്തവനാണ്, ഒരു കാശിനും കർമ്മത്തിനും കൊള്ളാത്തവരാണെന്ന് പറഞ്ഞ് ഇഞ്ചെക്റ്റ് ചെയ്ത് എന്ത് ചെയ്യും, ആ സ്നേഹം എല്ലാം ഇല്ലാണ്ടാക്കും. ഇവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം അമ്മയുടെ അടുത്തു നിന്ന് തന്നെ നമ്മളെ പിരിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോസിപ്പ് പറഞ്ഞ് ഇവർക്കിങ്ങനെ മാറ്റാൻ പറ്റും. അതുമാത്രമല്ല, ഇവരുടെ പ്രധാന ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വഴക്കിട്ടിരിക്കുകയെന്ന് വെച്ചോ, നിൻ്റെ അമ്മയും തമ്മിൽ വഴക്കിട്ടിരിക്കുക, അതിന് ചെന്ത് പറയാൻ, കണ്ടോ അമ്മേ ഇവൻ്റെ സ്വഭാവം അങ്ങനെ, അതുകൊണ്ട് അമ്മ അവനുമായിട്ട് കൂടുതൽ സഹകരിക്കരുത്, എൻ്റെ അടുത്ത് വാ, ഞാനൊരു നല്ല മനസ്സിനുടമയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു ടൈപ്പ് ആൾക്കാരാണ് ഇവർ. അതുമാത്രമല്ല, ഇവർ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാൻ നോക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ, ഫാമിലിയുടെ ഇടയിലൊക്കെ ഇങ്ങനെ എന്ന് വെച്ചാൽ നിങ്ങളൊരു പന്ന ക്യാരക്ടറാണ്. ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ചെന്ന് പറയും, അവളുമായിട്ട് കൂട്ടുകൂടരുത്, അവനുമായിട്ടൊന്നും കൂട്ടുകൂടരുത്, വളരെ ബാഡായിട്ടുള്ള ക്യാരക്ടറാണ്, അവൻ സ്മോക്ക് ചെയ്യും, അല്ലെങ്കിൽ അവൻ ഡ്രിങ്ക് ചെയ്യും, അങ്ങനെയൊക്കെ, അങ്ങനത്തവനാണ് ഇവൻ, ഇങ്ങനത്തവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നിങ്ങളെ പറ്റിയുള്ള ഗോസിപ്സ് ഒക്കെ പറയുന്ന ആൾക്കാരാണ് ഇവർക്ക്. ലാസ്റ്റ് കാർഡ് എടുത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുവാണ്, നിങ്ങൾക്ക് പല ശത്രുക്കളുണ്ടായിരിക്കും, പക്ഷെ അവരെയൊക്കെ നേരിടാൻ നിങ്ങൾക്ക് തന്നെ ഒരു കഴിവുണ്ട്. നിങ്ങളുടെ ശത്രു വന്നിട്ട് ഞാനിപ്പം ഭയങ്കരമായിട്ട് നിന്നെ തകർത്ത് കളയും, അല്ലെങ്കിൽ നീ ഒരിക്കലും പരീക്ഷയ്ക്ക് ജയിക്കത്തില്ല, നീ പൊട്ടിപ്പോവും, അങ്ങനെയൊക്കെ പറയുമായിരിക്കും. പക്ഷേ അതൊന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ വിചാരിക്കും, അയ്യോ എൻ്റെ ലോകം അവസാനിച്ചു, എനിക്കിനി ഒരു ജീവിതമില്ല, ഞാനിനി എങ്ങോട്ടും പോവും, അല്ലെങ്കിൽ ഇങ്ങനെ പോവും എന്നൊക്കെ ഇങ്ങനെ ഒരു സ്റ്റക്കായിട്ട് ഇരിക്കുന്ന സമയത്ത് ദൈവമായിട്ട് തന്നെ നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു ഡിവൈൻ്റെ ഒരു പ്രൊട്ടക്ഷനുണ്ട്. സോ നിങ്ങളതുകൊണ്ടൊന്നും പേടിക്കേണ്ട. നിങ്ങളുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് വെറും എന്താ പുഴുക്കൾ മാത്രമാണ്. അവരെ ഒന്നും ആലോചിച്ചിട്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമേ ഇല്ല. നിങ്ങളെ തന്നെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുക എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ശത്രുക്കളെ തോൽപ്പിക്കാനുള്ള കഴിവും കേപ്പബിലിറ്റിയും നിങ്ങൾക്കുണ്ട്. കാർഡ് നമ്പർ 4. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് പ്ലീസ് കമൻറ്റ് ബിലോ. താങ്ക് യു.